ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജു സിജി വ്ളോഗ്. ഞങ്ങൾ ഇന്ന് വേളാങ്കണ്ണിക്ക് പോവുക കേട്ടോ. ഞങ്ങളുടെ ട്രെയിൻ എറണാകുളത്ത് നിന്ന് രാത്രി 10 മണിക്കത്തെ കാരിക്കാൽ എക്സ്പ്രസ്സാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് 7 മണിക്ക് മൈസൂർ എക്സ്പ്രസ് ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ 15 പേരുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂറാണ്. രാജേട്ടൻ്റെ 2 സഹോദരിമാരും 1 സഹോദരനും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് കുഞ്ഞുകുട്ടി പരാതികളടക്കം ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് തിരിക്കുകയാണ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ താമസിച്ചിരുന്നത് മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ പുറകിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ വന്ന് പള്ളി പുറത്ത് നിന്ന് മാത്രമേ കണ്ടുള്ളൂ. അകത്തോട്ട് കയറിയില്ല. കാരണം നാളെ 9 മണിയുടെ കുർബാനയ്ക്ക് മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ് മലയാളം കുർബാനയുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് അവിടെ പോകുന്നതുകൊണ്ട് അവിടെ പുറത്ത് നിന്നൊക്കെ കണ്ടതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി നീന്തൽ നേർച്ചയൊക്കെ നടത്തുന്ന പള്ളിയിലെത്തി. അവിടെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവർക്ക് കുറച്ച് പേർക്ക് കുമ്പസാരമൊക്കെ നടത്തണമായിരുന്നു. അപ്പം അടുത്ത പള്ളിയിൽ ചെന്ന് അവിടെ കുമ്പസാരത്തിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഒരു ചെറിയൊരു ചർച്ചുണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച്
പിന്നീട് ഞങ്ങൾ മെയിൻ പള്ളിയിലെത്തി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേരും അതുപോലെ എൻ്റെ ചേച്ചിമാരും ഒക്കെ മെഴുകുതിരി നേർച്ച നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ ആ മെയിൻ പള്ളിയുടെ നേരെ നടക്കുമ്പോൾ നമുക്ക് ബീച്ചുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിറച്ച് ഷോപ്പിങ്ങിനൊക്കെയുള്ള ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം മെയിൻ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ചിലെത്തി അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വേളാങ്കണ്ണിയിൽ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് രാവിലെ സൂര്യോദയം കാണണമെന്ന് പറഞ്ഞ് ബീച്ചിലോട്ട് പോയി. പിന്നെ ബാക്കിയുള്ളവരെല്ലാം 9 മണിക്കത്തെ പള്ളിയിൽ മോണിഷാർ പള്ളിയിൽ മലയാളം കുർബാനയുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം അത് കാണാനായിട്ട് ഒരുങ്ങാൻ പോവുകയാണ്. കുറച്ച് പേര് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിന് തിരക്കിലാണ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ വേളാങ്കണ്ണിയിൽ പ്രധാനപ്പെട്ട നേർച്ചയാണ് മുട്ട നേർച്ച കേട്ടോ. ഞങ്ങളുടെ കുട്ടുവിന് മുട്ടക്കുട്ടുവാക്കി. കുട്ടുവിൻ്റെയും മുട്ട നേർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നീട് എനിക്കും രാജുചേട്ടനും കുറച്ച് രാജുചേട്ടന് കുരിശ് രൂപമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഷോപ്പിങ്ങിന് പോയി. കുറച്ച് പേര് കുട്ടികളും എല്ലാം പിന്നെ ബീച്ചിൽ കളിക്കാൻ പോയി. പിന്നെ കുറച്ച് ഞങ്ങളുടെ ചേച്ചിമാർ ഞങ്ങൾക്ക് വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾക്ക് നാഗപട്ടണത്തിൽ നിന്ന് ട്രെയിൻ കേട്ടോ. അപ്പം ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും റെഡിയാക്കുന്ന തിരക്കിലാണ്. ഞങ്ങളുടെ 2 നാത്തൂന്മാരും ലില്ലിയമ്മയും ഒക്കെ അതിൻ്റെ തിരക്കിലാണ്. രാജുചേട്ടനാണെങ്കിൽ അതൊക്കെ പാക്ക് ചെയ്യുന്ന അടിപൊളിയായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 4 മണിയാകുമ്പം ഓട്ടോ വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് 12:30 ഞങ്ങളുടെ 3 റൂം ഷിഫ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ വലിയൊരു റൂം 4 മണി വരെയുണ്ട്. ചെറിയ 3 റൂം ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കണമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കുവാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 4:45 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കറക്റ്റ് 5 മണിയായപ്പോൾ എറണാകുളം എക്സ്പ്രസ് കാരക്കാൽ തന്നെ എറണാകുളം എക്സ്പ്രസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കയറി ഞങ്ങളൊരു 7 മണിയായപ്പം എറണാകുളത്തെത്തി. അവിടെ നിന്ന് മെട്രോ ട്രെയിനുണ്ട് ആലപ്പുഴയ്ക്ക്. അതിൽ കയറിതാ ഞങ്ങൾ തുമ്പോളിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു ലേറ്റർ.